എന്നാലും എൻ്റെ അടി, ഒരു മത്തി വറുത്തതില്ലാതെ ചോറിറങ്ങാത്ത നീ എങ്ങനെയാണ് ഈ പച്ചക്കറി മാത്രം തിന്ന് ജീവിക്കുന്നത്? ഇങ്ങനുണ്ട് ഒരു പ്രേമം. കെട്ടിക്കൊല്ലം എത്ര കഴിഞ്ഞാലും ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി ചെന്ന് കയറുമ്പോൾ തുടങ്ങും അമ്മ, എടി നിനക്ക് ഉണക്കമാന്തൽ തിന്നാൻ തോന്നുമോ അവിടുന്ന്? അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയും ഉണക്ക ചെമ്മീനും വിട്ടയച്ച കറി, നിന്റെ ഇഷ്ടപ്പെട്ട തേങ്ങാ ചമ്മന്തി വറുത്ത് പൊടിച്ചത് നിനക്ക് ഓർമ്മ വരില്ലേ? ആ, ഞാൻ വെറുതെ മൂളും. പിന്നെ അമ്മ എന്തോ ഓർത്തു പറയും. അല്ലെങ്കിലും നമ്മൾ ക്രിസ്ത്യാനികളെക്കാൾ പച്ചക്കറിയൊക്കെ വെക്കാൻ അവർക്കാണ് അറിയുന്നത്. നമ്മൾ എന്തിട്ട് വെച്ചാലും അതിലിച്ചിരി ഉണക്കമീനോ ബീഫോ ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാ നമ്മളൊക്കെ ഇത് വായി വെക്കുക? പക്ഷേ ചില രാത്രികളിൽ ഉറങ്ങാതെ കിടക്കുമ്പോൾ ചാച്ചൻ പുഴയിൽ വല വിരിക്കുന്നത് ഓർക്കും. ചൊവ്വാലി, കല്ലേമുട്ടി, ആരൽ, ഞണ്ടൊക്കെ ഉണ്ടാവും. ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് നാളെ വറുക്കാനൊന്നും ആരും മെനക്കെടില്ല. എത്ര പാതിരാത്രി ആയാലും ചാരം കൂട്ടി കല്ലിലിട്ട് ഉരച്ച് വൃത്തിയാക്കി ഉപ്പും കുരുമുളകും വെളുത്തുള്ളിയും ചേർത്ത് വെളിച്ചെണ്ണയിൽ അപ്പം തന്നെ വറുത്തെടുത്ത് ചൂടോടെ തിന്നും. അതിൻ്റെ സ്വാദൊന്നും വേറെ തന്നെയാണ്. പ്രണയം വേണോ, ഇഷ്ടപ്പെട്ട ഭക്ഷണം വേണോ എന്ന ചോദ്യം ഒരു കാലത്ത് എനിക്ക് വളരെ നിസ്സാരമായിരുന്നു. ഒരു സംശയമില്ലാതെ പ്രണയം തിരഞ്ഞെടുത്തു. പോകെ പോകെ തെളിഞ്ഞു വന്നൊരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ചാൽ, വെച്ച് നേടിയത് സ്വീകരിച്ചതല്ലാത്തവർക്ക്, സ്വന്തം തിരഞ്ഞെടുപ്പുകളിൽ ഉറച്ചു നിന്നവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ്. സ്നേഹിച്ച മനുഷ്യരെ, ഇടങ്ങളെ, പ്രിയപ്പെട്ട ഭക്ഷണത്തെ, അങ്ങനെ പലതും. ഇന്ന് ചിലപ്പോൾ സ്നേഹം വേണോ മത്തി വറുത്തത് വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും. സ്നേഹം തിരഞ്ഞെടുത്താൽ പോലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കും.